താങ്ങും തണലും നഷ്ടപ്പെട്ട് വിരസതകളുടെ അരികുജീവിതം നയിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ ആശാകേന്ദ്രമാണ് ഹെവൻസ് വില്ലേജ്. അഭയം തേടി വരുന്നവർക്ക് അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ സുരക്ഷിതവും സ്നേഹനിർഭരവുമായ ഒരു അന്തരീക്ഷം ഹെവൻസ് വില്ലേജ് ഉറപ്പാക്കുന്നുണ്ട്. ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നിയമത്തിന് കീഴിൽ 2020 മുതൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലയിലെ മാള പള്ളിപ്പുറത്തെ ഹെവൻസ് വില്ലേജ് അത്താണിയില്ലാത്തവരുടെ തണലിടമാണിന്ന്. ദൈനംദിന പ്രവർത്തനങ്ങളിലും ചികിത്സാവശ്യങ്ങളിലും സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടും വിനോദ വിഭവങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടും ശാരീരികവും വൈകാരികവും സാമൂഹികവുമായ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഹെവൻസ് ടീം ഒരു കുടുംബം പോലെ ഇവിടെ സന്നദ്ധമാണ്. ഹെവൻസ് കെയർ ഹോം ജാതിമതഭേദമന്യേ ഇടപ്പാടമില്ലാതെയും ആരും നോക്കാനില്ലാതെയും സാമ്പത്തികമായി പ്രയാസത്താലും ജീവിതം ദുസ്സഹമായവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഹെവൻസ് വില്ലേജിന്റെ പ്രധാന പ്രവർത്തന മേഖലയാണ് ഹെവൻസ് കെയർ ഹോം. അന്തേവാസികൾക്ക് അവരവരുടെ ജാതിമത ചിട്ടകൾക്കനുസൃതമായി ആധുനിക സൌകര്യങ്ങളോടെ ജീവിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. ഹെവൻസ് പാലിയേറ്റീവ് കെയർ കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ സേവന പ്രവൃത്തികൾ ആധുനിക സംവിധാനങ്ങളോടെ ഹെവൻസ് പാലിയേറ്റീവ് കെയർ നൽകി വരും. നിരന്തരം എല്ലാവരും നേരം വെളുത്ത് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവരുടേതായ ഭാഷയിൽ ആ ഭാഷയിൽ കൈ ഉയർത്തി ദൈവത്തിനോട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹെവൻസ് ന്യൂറോ ഫിസിയോ ക്ലിനിക് വിദഗ്ധ ഫിസിയാട്രിസ്റ്റുകളുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ വിശാലമായ ന്യൂറോ ഫിസിയോതെറാപ്പി ക്ലിനിക് ടണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. ഹെവൻസ് വെൽഫെയർ സൊസൈറ്റി ആക്ട് പ്രകാരം ജനസേവനത്തിനായുള്ള വിഭാഗം, പുരുഷ വനിതാ അയൽക്കൂട്ടം, അഗ്രികൾച്ചർ ബ്രാഞ്ച് എന്നിവ ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഹെവൻസ് ആംബുലൻസ് സർവീസ് മാളയിലും പരിസര പഞ്ചായത്തുകളിലും ഹെവൻസ് വില്ലേജ് ആംബുലൻസ് സർവീസ് നടത്തുന്നു. കൂടാതെ പാരാപ്ലീജിക് കെയർ, സ്പെഷ്യൽ ജോബ് ട്രെയിനിംഗ്, സ്പെഷ്യൽ സ്കൂൾ, പ്രീമാരിറ്റൽ ട്രെയിനിംഗ് സെന്റർ, കിഡ്സ് ഗാർമെന്റ്സ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, ക്ലിനിക്കൽ കൌൺസിലിംഗ് തുടങ്ങി ഇതര സേവനങ്ങളും മാള പള്ളിപ്പുറം ഹെവൻസ് വില്ലേജിന്റെ പദ്ധതികളുടെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലൊരു ആടിനെ അറുത്തു. രാവിലെ പോകുമ്പോൾ ആടിനെ അറുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തുണ്ട് അതിൽ ബാക്കി എന്ന് ചോദിച്ചപ്പോൾ ഒരു ചുമലിന്റെ ഭാഗം ഒഴികെ ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു, തീർന്നു എന്നാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷ, നമ്മൾ നമുക്കായി ബാക്കി വെച്ച ഈ ചുമലിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നമുക്കില്ലാതെ പോയത്. നമ്മൾ കൊടുത്തതെല്ലാം, അതായത് നമുക്കില്ല എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നതെല്ലാം നമുക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തിയോ മാറ്റിവെച്ചോ അതാണ് നമുക്കായി നാളെ ബാക്കിയാകുന്നത്.
ഹെവൻസ് അത്തരം ഒരു സംരംഭം കൂടിയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഉറ്റവർ, അതുപോലെ തന്നെ സ്വന്തം ഭാര്യ ഇവർ രക്തസാക്ഷികളായപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളായ അഷ്റഫും നൌഷാദും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരുമില്ലാത്ത ആലംബഹീനരായ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം പുരയിടവും വീടുമൊക്കെ മാറ്റിവെച്ച, പിന്നീട് അഭ്യുദയകാംക്ഷികൾ ഏറ്റെടുത്ത, അവരുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന ഒരു പ്രൊജക്റ്റിന്റെ പേര് കൂടിയാണ് ഹെവൻസ്. അതിന്റെ മുന്നോട്ട് പോക്കിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.